സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ഇന്നലെ ഉപയോഗിച്ചത് 104.49 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. തീവ്ര മണിക്കൂറിൽ ആവശ്യം വന്നത് 5389 മെഗാവാട്ട് വൈദ്യുതി. വിവരങ്ങളുമായി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, നേരിയ കുറവ് എന്ന് പറഞ്ഞാൽ പോലും ഈ ചൂടിനൊരു ശമനമാകാത്തതുകൊണ്ട് തന്നെ റെക്കോർഡ് രീതിയിലാണല്ലോ വൈദ്യുതി ഉപഭോഗം സംസ്ഥാനത്തുള്ളത്. എങ്ങനെ നോക്കിക്കാണാം ഈ സാഹചര്യത്തെ? ലക്ഷ്മി, തീർച്ചയായും നമുക്കറിയാം, തുടർച്ചയായ ആഴ്ചകളിൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് വർധനവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതായത് 108 ദശലക്ഷം യൂണിറ്റിന് മുകളിൽ വരെ വൈദ്യുതി ഉപഭോഗം വന്ന ദിനങ്ങളുണ്ടായിരുന്നു. ഇന്നലെ മാത്രം ഉപയോഗത്തില് ആണ് നേരിയ കുറവ് വന്നിട്ടുള്ളത്. 104.49 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി. അപ്പോൾ ഏകദേശം 4 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ പൊതുവെ അവധി ദിനങ്ങളായിരുന്നു. അപ്പോൾ അവധി ദിനം വന്നപ്പോൾ സർക്കാർ ഓഫീസുകൾ, അതേപോലുള്ള പ്രധാനപ്പെട്ട ഓഫീസുകളുടെ പ്രവർത്തനങ്ങളൊന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാവാം ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വ്യവസായശാലകൾക്കൊക്കെ ഇന്നലെ റംസാൻ അവധിയായിരുന്നു. അത് കാരണമാണ് ഇന്നലെ വൈദ്യുതി ഉപഭോഗത്തിൽ കുറവുണ്ടായത് എന്ന് നമ്മൾ കരുതുന്നു. എന്തായാലും സംസ്ഥാനത്ത് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയാൽ മാത്രമേ തുടർ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 500 മെഗാവാട്ട് വൈദ്യുതി അധികമായി വാങ്ങേണ്ടി വരും എന്നുള്ളൊരു തീരുമാനം വൈദ്യുതി വകുപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ തീരുമാനം എടുത്തുവെങ്കിലും വൈദ്യുതി വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിന് പണം ലഭ്യമായിട്ടില്ല. ധനകാര്യ വകുപ്പിൽ നിന്ന് ഇതിന് പണം ലഭ്യമാക്കേണ്ടതുണ്ട്. 500 മെഗാവാട്ട് വൈദ്യുതി കൂടി വാങ്ങിയാൽ മാത്രമേ തുടർ ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വൈദ്യുതി ഉപഭോഗം തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് വൈദ്യുതി വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി തുടർ ദിവസങ്ങളിൽ കൂടുതൽ വൈദ്യുതി തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഇനി വിഷു ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അത്തരം ചൂട് കൂടുന്ന സാഹചര്യം അങ്ങനെയൊക്കെ വരുമ്പോൾ വൈദ്യുതി ഉപഭോഗം മുന്നോട്ട് തന്നെ പോകുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ. അതാണ് ഈ സാമ്പത്തിക നില തകരാറിലായ KCB പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി തന്നെ സാമ്പത്തിക നില തകർന്നടിഞ്ഞ സാഹചര്യമാണ്. മാത്രമല്ല, സർക്കാർ അനുവദിച്ച 700 കോടിയിൽ നിന്ന് ശമ്പളവും പെൻഷനൊക്കെ കൊടുത്തത് അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ കാലാവസ്ഥ പ്രവചനത്തിൽ മാത്രം പ്രതീക്ഷ വയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് KCB പോവുകയാണോ? ചൂട് കുറയും, അടുത്ത മാസം പകുതിയാകുമ്പോഴേക്ക് വേനൽ മഴ ലഭ്യമായേക്കും എന്നൊക്കെയുള്ള കാലാവസ്ഥാ പ്രവചനങ്ങൾ മാത്രമാണോ അപ്പോൾ ഇനി KCBക്ക് മുന്നിൽ ആശ്വാസമായിട്ടുള്ളത്? അങ്ങനെ നോക്കിക്കാണണോ? അതെ, തീർച്ചയായും ലക്ഷ്മി. KCB ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഓരോ തവണയും ഓരോ ദിവസവും വൈദ്യുതി ഉപഭോഗത്തിന്റെ കണക്ക് വരുമ്പോൾ KCB പറയും വൈദ്യുതി ഉപഭോഗത്തിൽ നിയന്ത്രണം വേണം, കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ വൈദ്യുതി വകുപ്പ് പുറത്തിറക്കാറുണ്ട്. പക്ഷേ ആത്യന്തികമായി നമുക്കറിയാം, സംസ്ഥാനത്ത് ആവശ്യമുള്ള വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. ആ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഇരട്ടി തന്നെ ഇവിടെ ചെലവഴിക്കേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിയേ നിവൃത്തിയുള്ളൂ. അങ്ങനെ പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ പണം വേണമെങ്കിൽ വൈദ്യുതി ചാർജിൽ വർധനവ് വരുത്തണം എന്നുള്ള നിർദ്ദേശവും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഈ മാസം 26-ന് നടക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു വൈദ്യുതി ചാർജ് കൂട്ടി ജനങ്ങളുടെ പ്രതിഷേധം പിടിച്ചു വാങ്ങേണ്ട ഒരു കാര്യമില്ല എന്ന് സർക്കാർ കരുതുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ വൈദ്യുതി നിരക്കിൽ വർധന ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവായി വിലയിരുത്തുന്നത്. പക്ഷെ അക്കാര്യം വൈദ്യുതി മന്ത്രിയോ വൈദ്യുതി വകുപ്പോ ഇപ്പോൾ സമ്മതിച്ചു തരാനും തയ്യാറല്ല. വിനോദാണ് വിവരങ്ങൾ നൽകിയത്.